നമ്മളുടെ ലാസ്റ്റ് സെഷൻ അല്ലെങ്കിൽ ലാസ്റ്റ് പാർട്ട് ഓഫ് ദ ചാപ്റ്റർ കെമിക്കൽ കൈനറ്റിക്സ് ആണ്. ഇവിടെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എർഹേനിയസ് ഇക്വേഷനും ആക്ടിവേഷൻ എനർജി, കാറ്റലിസ്റ്റിൻ്റെ എഫക്റ്റ് എന്താണ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ പഠിച്ച എല്ലാ ക്ലാസ്സിലും നമ്മൾ റേറ്റ് എന്താണെന്നോ റേറ്റിൻ്റെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ലൈക്ക് കോൺസെൻട്രേഷൻ അതൊക്കെ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ. ടെമ്പറേച്ചർ പൊതുവേ നമുക്കറിയാം, നമ്മൾ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ മിക്ക കെമിക്കൽ റിയാക്ഷൻസിൻ്റെ റേറ്റ് എന്താണ് ഇൻക്രീസ് ചെയ്യുക, ഇസൻറ്റ്. അത് എക്സ്പെരിമെൻ്റലി കണ്ടുപിടിച്ചത് എന്താ, റേറ്റ് ഓഫ് എ റിയാക്ഷൻ ഡബിൾ ചെയ്യും ഫോർ എവറി 10 ഡിഗ്രി റൈസ് ഇൻ ടെമ്പറേച്ചർ. അതായത് 10 ഡിഗ്രി കൂട്ടുമ്പോൾ, ഇപ്പോൾ ഞാൻ 10 ഡിഗ്രിയിലാണ് റിയാക്ഷൻ തുടങ്ങുമ്പോൾ റേറ്റ് 2 ആണെങ്കിൽ ഇഫ് ഐ ബിക്കം 20 ആക്കുമ്പോൾ ഇത് ഡബിൾ ആവും എന്നാണ് പറയുന്നത്, 4 ആവും. ഇനി ഇത് 10 ഡിഗ്രി വീണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ ഇത് ഡബിൾ ആവും, 8 ആവും. അങ്ങനെയാണ് എക്സ്പെരിമെൻ്റലി ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ ഡബിൾസ് ഫോർ എവറി 10 ഡിഗ്രി 10 ഡിഗ്രി ടെമ്പറേച്ചർ കൂടുമ്പോൾ. പക്ഷെ അതിനൊരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ, റേറ്റും പിന്നെ നമ്മളുടെ ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷനെ മാത്തമാറ്റിക്കലി എക്സ്പ്രസ് ചെയ്ത സയൻറ്റിസ്റ്റാണ് എർഹേനിയസ്. ആൻഡ് ഈ ഗേവ് എർഹേനിയസ് ഇക്വേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളുടെ കൈനറ്റിക്സിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇക്വേഷനാണ് എർഹേനിയസ് ഇക്വേഷൻ. ദാറ്റ് ഈസ് K is equal to A into e raised to minus EA by RT. ഇവിടെ K എന്ന് പറയുന്നത് നമുക്കറിയാം റേറ്റ് കോൺസ്റ്റൻ്റ് ആണ്. A is the എർഹേനിയസ് കോൺസ്റ്റൻ്റ് അല്ലെങ്കിൽ എർഹേനിയസ് ഫ്രീക്വൻസി ഫാക്ടർ എന്ന് പറയുന്നതാണ് A. EA is called the activation energy, R gas constant and T the temperature. അപ്പോൾ എന്താണ് എർഹേനിയസ് ഇക്വേഷൻ? K is equal to A into e raised to minus EA by RT. അപ്പോൾ റേറ്റ് കോൺസ്റ്റൻ്റ് Kയും നമ്മുടെ ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ എക്സ്പ്രസ് ചെയ്യുന്നതാണ് എർഹേനിയസ് ഇക്വേഷൻ. അപ്പോൾ ഇതിൽ നമുക്ക് പിന്നെ അറിയാത്തൊരു ആളാണ് ആക്ടിവേഷൻ എനർജി. എന്താണ് ആക്ടിവേഷൻ എനർജി? ഒരു റിയാക്ഷനിൽ ആക്ടിവേഷൻ എനർജീൻ്റെ റെലവൻസ് എന്താ? അപ്പോൾ അത് നമുക്കൊന്ന് അറിഞ്ഞിരിക്കണം. ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്നത് ഏതൊരു കെമിക്കൽ റിയാക്ഷനും റിയാക്റ്റൻ്റ് പ്രോഡക്റ്റായി ഡയറക്റ്റ്ലി അങ്ങ് കൺവേർട്ടഡ് ആവുമല്ല. നമ്മൾ 2 സ്പീഷീസ് തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ അവരാദ്യം ക്ലോസ് കോണ്ടാക്റ്റ് വന്ന് കൊളൈഡ് ചെയ്യും. തമ്മിൽ കൊളൈഡ് ചെയ്തതിന് ശേഷമേ പ്രോഡക്റ്റ് ആവും. ആ കൊളൈഡ് ചെയ്യുമ്പോൾ അവരൊരു ട്രാൻസിഷൻ അല്ലെങ്കിൽ ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരു കോംപ്ലക്സ് ഫോം ചെയ്യും. വീക്ക് ബോൺസ് ആയിട്ടൊരു കോംപ്ലക്സ് ഫോം ചെയ്യും, ഇൻ്റർമീഡിയറ്റ് കോംപ്ലക്സ്. ആ ഇൻ്റർമീഡിയറ്റ് കോംപ്ലക്സ് എന്ന് പറയുന്നതാണ് വി കോൾ ഇറ്റ് ആസ് ആക്ടിവേറ്റഡ് കോംപ്ലക്സ്. ഫോർ എക്സാമ്പിൾ ഈ റിയാക്ഷൻ നോക്കൂ, ഹൈഡ്രജനും അയോഡീനും കമ്പൈൻ ചെയ്തിട്ട് HI ഉണ്ടാകുന്ന റിയാക്ഷനാണ്. അപ്പോൾ ഇവിടെ ഹൈഡ്രജനും അയോഡീനും നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ അവർ അടുത്തടുത്ത് വന്ന് ദേ കൊളൈഡ് വിത്ത് വൺ അനദർ ടു ഫോം ആൻ ഇൻ്റർമീഡിയറ്റ് കോംപ്ലക്സ്. ഈ സ്റ്റേറ്റിനെയാണ് അല്ലെങ്കിൽ ഈ കോംപ്ലക്സിനെയാണ് വി കോൾ ഇറ്റ് ആസ് ആക്ടിവേറ്റഡ് കോംപ്ലക്സ്. അതിന് ട്രാൻസിയൻ്റ് എക്സിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. അതായത് പെട്ടെന്ന് നമുക്കതിനെ ഐസൊലേറ്റ് ചെയ്ത് സ്റ്റഡി ചെയ്യാനോ അങ്ങനത്തെ ഒന്നും പറ്റില്ല. അത് പെട്ടെന്ന് ഡീകമ്പോസ് ചെയ്ത് പ്രോഡക്റ്റ് ആവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ഈ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഫോം ചെയ്യാൻ ആവശ്യമായ എനർജീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആക്ടിവേഷൻ എനർജി. അതിനെ എക്സ്പ്രസ് ചെയ്യുന്ന EA എന്നാണ്. ഓക്കെ, സോ ആക്ടിവേഷൻ എനർജി ഇസ് ദ എനർജി റിക്വയർഡ് ടു ഫോം ദ ആക്ടിവേറ്റ് ഇൻ്റർമീഡിയറ്റ് ഫോം ചെയ്യാൻ ആവശ്യമായ എനർജി ആൻഡ് അൾട്ടിമേറ്റ്ലി ഇറ്റ് ഡികമ്പോസ് ടു ഗിവ് യു ദ പ്രോഡക്ട്സ്. അപ്പോൾ നമുക്കറിയാം ഒരു കെമിക്കൽ റിയാക്ഷൻ നമ്മൾ എടുക്കുമ്പോൾ 100% റിയാക്റ്റൻ്റ് പ്രോഡക്റ്റായി മാറുകയല്ല ചെയ്യുന്നത്, ഇസൻറ്റ് ഇറ്റ്? 100% കൺവേർഷൻ ഓഫ് റിയാക്റ്റൻ്റ് ടു പ്രോഡക്റ്റ് ഒന്നും നടക്കുന്നില്ല. എന്തുകൊണ്ടായിരിക്കും നടക്കാത്തത്? അവിടെ ചില റിയാക്റ്റൻ്റ് മോളിക്യൂൾസിന് ആവശ്യത്തിനുള്ള ആക്ടിവേഷൻ എനർജി ഇൻ ഓർഡർ ടു ഫോം ദ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എല്ലാ റിയാക്റ്റൻസ് വിൽ നോട്ട് ബി, ഓൾ ഓഫ് ദ റിയാക്റ്റൻസ് വിൽ നോട്ട് ബി കൺവേർട്ടഡ് ഇൻ ടു പ്രോഡക്ട്സ്. അപ്പോൾ ഇവിടെ മോളിക്യൂൾസിന് നമ്മൾ പുതിയൊരു ടേം ഡിഫൈൻ, കൈനറ്റിക് എനർജി, സഫിഷ്യൻറ്റ് കൈനറ്റിക് എനർജി. അല്ലാതെ അടുത്ത് വന്ന് കൊളൈഡ് ചെയ്ത് പ്രോഡക്റ്റ് ആവണേ, മോളിക്യൂൾസ് വിൽ ഹാവ് എ സഫിഷ്യൻറ്റ് കൈനറ്റിക് എനർജി. അപ്പോൾ അങ്ങനെ സഫിഷ്യൻ്റ് ആയിട്ടുള്ള കൈനറ്റിക് എനർജി ഉള്ള മോളിക്യൂൾസ് ആയിരിക്കും എന്ത്, നമ്മളുടെ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഫോം ചെയ്ത് പിന്നെ പ്രോഡക്റ്റായി മാറുന്നത്. അങ്ങനെ ഇല്ലാത്ത അതുകൊണ്ട് ഭൂരിഭാഗം മോളിക്യൂൾസിനും പിന്നെ എനർജി ഉണ്ടെങ്കിലും കുറച്ച് മോളിക്യൂൾസിനൊന്നും ഈ റിക്വയർഡ് എന്താണ് കൈനറ്റിക് എനർജി ഉണ്ടാവില്ല. അപ്പോൾ നമുക്കറിയാം നമ്മളൊരു ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ, ഡെഫിനറ്റ്ലി ഒരു ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ എന്താ, കൈനറ്റിക് എനർജി ഓഫ് ദ മോളിക്യൂൾസ് ഇൻക്രീസസ്, ഇസൻറ്റ് ഇറ്റ്? കൈനറ്റിക് എനർജി ഇൻക്രീസ്. അപ്പോൾ ആ കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യുമ്പോൾ മോർ നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്താ, ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഫോം ചെയ്ത് അവർ പ്രോഡക്റ്റ് ആവും. അതുകൊണ്ടാണ് നമ്മൾ ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ റേറ്റ് ഓഫ് എ റിയാക്ഷൻ കൂടുന്നത്.
അപ്പോൾ ടെമ്പറേച്ചറും റേറ്റും തമ്മിൽ പിന്നെ ഇറ്റ്സ് എ ഡയറക്റ്റ് റിലേഷൻ. മിക്കവാറും കേസിലും ഞാൻ പറഞ്ഞ മാതിരി ടെമ്പറേച്ചർ കൂടുമ്പോൾ റേറ്റ് ഓഫ് എ റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഈ ഒരു ആക്ടിവേറ്റഡ് കോംപ്ലക്സും ആക്ടിവേഷൻ എനർജിയും റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു എനർജി പ്രൊഫൈലാണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് ഇഫ് ഐ എം പ്ലോട്ടിംഗ് ദ പൊട്ടൻഷ്യൽ എനർജി അഗെയിൻസ്റ്റ് ദ റിയാക്ഷൻ കോർഡിനേറ്റ്. ഇത് നമ്മളുടെ റിയാക്റ്റൻസ് ആണ്. H2ഉം I2ഉം റിയാക്ട് ചെയ്യുക. ഇനീഷ്യലി അവരിൽ കുറച്ച് പേർക്ക് ആവശ്യത്തിനുള്ള എനർജി എക്വയർ ചെയ്തിട്ട് അവർ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഫോം ചെയ്യും. ഈ കോംപ്ലക്സ് ഫോം ചെയ്യാനുള്ള ഈ എനർജിയാണ് വി കോൾ ഇറ്റ് ആസ് ദ ആക്ടിവേഷൻ എനർജി. ഇത്രയും ഈ എനർജി ബാരിയർ മറികടന്ന് പോയാൽ മാത്രമേ അത് പ്രോഡക്റ്റായി കൺവേർട്ടഡ് ആവുള്ളൂ. അപ്പോൾ ഈ ഒരു ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഫോം ചെയ്യാനുള്ള ആവശ്യത്തിനുള്ള എനർജിയാണ് വി റിഫർ ടു ആസ് ദ ആക്ടിവേഷൻ എനർജി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇൻക്രീസിങ് ദ ടെമ്പറേച്ചർ ഓഫ് എ സബ്സ്റ്റൻസ് ഇൻക്രീസസ് ദ ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് വിച്ച് കൊളൈഡ് വിത്ത് എനർജീസ് ഗ്രേറ്റർ ദാൻ ദ ആക്ടിവേഷൻ എനർജി. അപ്പോൾ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ ആക്ടിവേഷൻ എനർജി കൂടും. ആക്ടിവേഷൻ മോളിക്യൂൾസ് വിൽ അക്വയർ ദ റിക്വയർഡ് ആക്ടിവേഷൻ എനർജി ആൻഡ് റേറ്റ് വിൽ ഓൾസോ ഇൻക്രീസ്. അപ്പോൾ അതാണ് അർഹേനിയസ് ഇക്വേഷൻ. ഇനി അർഹേനിയസ് ഇക്വേഷനെ ഞാനൊരു ലോഗരിതമിക് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ വാട്ട് യു ഗെറ്റ് അർഹേനിയസ് ഇക്വേഷൻ ഹിയർ ഐ റൈറ്റ് ഇറ്റ് വൺസ് അഗെയിൻ. K is equal to A into E raised to minus EA by RT. അപ്പോൾ ഇത് ലോഗരിതമിക് ഫോമിലേക്ക് ആക്കുകയാണ്. ln K is equal to ln EA minus EA by RT. ഇത് എക്സ്പോണൻഷ്യൽ റേസ് ടു ആണ്. സോ ലോഗരിതമിക് ഫോമിൽ എടുക്കുമ്പോൾ minus EA by RT. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമ്മളുടെ സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ y is equal to mx plus c-ൻ്റെ രൂപത്തിലാണ്. സോ ഇഫ് ഐ പ്ലോട്ട് ln K against 1 by t, isn't it? If I plot ln K against 1 by t, നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. ബട്ട് ദ സ്ലോപ്പ് ഇസ് മൈനസ്. അത് ഓർത്തോളം മൈനസ് ആണ് സ്ലോപ്പ്. സ്ലോപ്പ് ഇസ് മൈനസ് EA by R. ആൻഡ് ഈ പോയിന്റ് ഗ്രാഫിൽ പോയി മുട്ടുന്ന പോയിന്റ് ആണ് ഇൻറ്റർസെപ്റ്റ് ആൻഡ് ദാറ്റ് ഇസ് ഗിവൺ ബൈ ln A. ഇൻറ്റർസെപ്റ്റ് ആണ് ln A. അപ്പോൾ ഇത് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാറുണ്ട്. വാട്ട് അഗെയിൻസ്റ്റ് ഇൻ അർഹേനിയസ് ഇക്വേഷനിൽ ഏത് പ്ലോട്ട് ചെയ്യുമ്പോഴാണ് യു ഗെറ്റ് എ സ്ലോപ്പ് വിത്ത് ദ നെഗറ്റീവ് സ്ലോപ്പ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ സ്ലോപ്പ് ഓർക്കുക -EA by R ആണ് ആൻഡ് ഇൻറ്റർസെപ്റ്റ് ഇസ് ln A. Now if we are measuring the rate constant രണ്ട് ടെമ്പറേച്ചറിൽ മെഷർ ചെയ്യുകയാണെങ്കിൽ, അതായത് K1 ആണ് റേറ്റ് കോൺസ്റ്റൻറ്റ് അറ്റ് ടെമ്പറേച്ചർ T1, K2 ആണ് റേറ്റ് കോൺസ്റ്റൻറ്റ് അറ്റ് ടെമ്പറേച്ചർ T2, അങ്ങനെ 2 ഡിഫറെൻറ്റ് ടെമ്പറേച്ചേഴ്സിൽ റേറ്റ് മെഷർ ചെയ്യുകയാണെങ്കിൽ ദ അർഹേനിയസ് ഇക്വേഷൻ ടേക്സ് ദ ഫോം ln K2 by K1 is equal to EA by R into 1 by T1 minus 1 by T2. അപ്പം ഇത് ഓർക്കണം. ഇനി അതല്ല ln മാറ്റിയിട്ട് ലോഗരിതമിക് ഫോമിലാണെങ്കിൽ ലോഗ് K2 by K1 is equal to EA by 2.303 R into T2 minus T1 by T1 T2. ഓക്കെ, അപ്പോൾ ഈ ഫോമിലേക്കും നമുക്ക് എഴുതാൻ അറിയണം. കാരണം ഇത് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ലോഗരിതമിക് LOG ഫോമിലേക്കും കൺവേർട്ട് ചെയ്തിട്ടുള്ള ഇക്വേഷൻ യു ഹാവ് ടു ബി എവർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ആക്ടിവേഷൻ എനർജിയും നമ്മൾ അർഹേനിയസ് ഇക്വേഷനും വെച്ചിട്ട് നീറ്റ് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഹിയർ ഫോർ എ റിയാക്ഷൻ ആക്ടിവേഷൻ എനർജി EA is equal to 0 ആൻഡ് ദ റേറ്റ് കോൺസ്റ്റൻറ്റ് K വാല്യൂ തന്നിട്ടുണ്ട്. The rate constant at 400 Kelvin. 400 Kelvinലുള്ള റേറ്റ് കോൺസ്റ്റൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. So let us write the equation that is log K2 by K1. നേരത്തെ ലാസ്റ്റ് പറഞ്ഞ ഇക്വേഷൻ ആണ്, you have to take it here. That is EA by 2.303 R into T2 minus T1 divided by T1 T2. ഇതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇക്വേഷൻ. അതിൽ EA വാല്യൂ 0 ആയിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് 0 ആണ്. ഈ മൊത്തം ടേം 0 ആയി പോവുകയാണ് ചെയ്യുന്നത്, isn't it? So our log K2 by K1 is equal to 0. ഇതിൽ നിന്ന് K2 by K1 എടുത്താൽ you get antilog 0. അത് log 1 ആണ്. antilog of 0 എന്ന് പറയുന്ന ലോഗ് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ so it becomes 1. K2 by K1 it becomes equal to 1. ഇതിൽ നമുക്ക് 1ൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, isn't it? K1ൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. So K2 divided by 1.6 into 10 raised to 6 is equal to 1, or K2 becomes equal to 1.6 into 10 to the power of 6 per second. അപ്പോൾ the correct option regarding this question is option B. അപ്പോൾ ഇവിടെ EA 0, ആക്ടിവേഷൻ എനർജി 0 ആയതുകൊണ്ട്
calculation becomes easy. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കേണ്ട ആൻറ്റിലോഗിൻ്റെ കാര്യം ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, next question നോക്കൂ. The rate constant K1 and K2 for two different reactions are 10 raised to 16 into e raised to minus 2000 by 10 and 10 raised to 15 into e raised to minus 1000 by t. Isn't it? The temperature at which ഏത് ടെമ്പറേച്ചറിലാണ് ഈ രണ്ട് റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ബിക്കംസ് ഈക്വൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്, ടെമ്പറേച്ചർ. അപ്പോൾ ഇത് നമുക്കൊന്ന് സോൾവ് ചെയ്ത് നോക്കാം എങ്ങനെയാണ്. ഫസ്റ്റ് റേറ്റ് K1ൻ്റെ എക്സ്പ്രഷൻ ആണ് തന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് 10 to the power of 14 into, isn't it, 10 to the power of 16 into e raised to minus 2000 by t. ഇതാണ് K1. രണ്ടാമത്തതാണെങ്കിലോ K2 തന്നിരിക്കുന്നത് 10 raised to 15 into e raised to minus 1000 by t. രണ്ട് റേറ്റ് ഇക്വേഷൻ ആണ്. അത് നമ്മൾ രണ്ടെണ്ണം എഴുതി. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ടെമ്പറേച്ചർ അറ്റ് വിച്ച് K1 becomes equal to K2. ഇതാണ് K1 when at what temperature that is K1 equal to K2. So we will equate this. നമുക്ക് രണ്ടും equate ചെയ്യാം. That is 10 raised to 16 into e raised to minus 2000 by t is equal to 10 raised to 15 into e raised to minus 1000 by t. രണ്ടും ഇക്വേറ്റ് ചെയ്യാം. ഇവിടെ 10 raised to 16 ഉണ്ട്, ഇവിടെ 10 raised to 15 ഉണ്ട്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? 10 e raised to minus 2000 by t is equal to e raised to minus 1000 by t. ഇങ്ങനെ എഴുതിക്കൂടെ? Shall we write? ഇനി നാച്ചുറൽ ലോഗരിതം എടുക്കുകയാണെങ്കിൽ that is ln 10 is equal minus exponential എന്തായി minus 2000 by t is equal to minus 1000 by t. ഈ ഒരു എക്സ്പ്രഷനിൽ ഈ ഒരു ഫോമിലേക്കാവും. ln 10 2.303 ആയി എഴുതുകയാണെങ്കിൽ 2.303 minus 2000 by t is equal to minus 1000 by t. Isn't it? ഇനി ഇതിൽ നിന്ന് ഈ ഒരു എക്സ്പ്രഷനിൽ നിന്ന് വാട്ട് 2.303 becomes equal to 2.303 is equal to ഇത് അങ്ങോട്ടേക്ക് പോകുമ്പോൾ പ്ലസ് 2000 by t or we get it as 1000 by t എന്ന് കിട്ടും. ഇതിൽ നിന്ന് ടീൻ്റെ ടെമ്പറേച്ചർ എങ്ങനെ കണ്ടുപിടിക്കാം? 1000 divided by 2.303 Kelvin. അപ്പം ടെമ്പറേച്ചർ കറക്റ്റ് ആൻസർ ഇസ് 1000 by 2.303 K. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനും എഴുതുക ആൻഡ് ദെൻ യു ഇക്വേറ്റ് ബോത്ത് ദ ഇക്വേഷൻ ബിക്കോസ് ഇൻ ഓർഡർ ടു ഫൈൻഡ് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് രണ്ട് റേറ്റ് കോൺസ്റ്റൻസും ഈക്വൽ ആവുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ദ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് റേറ്റ് ഇക്വേഷൻ. അരഹനിയസ് ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ആക്ടിവേഷൻ എനർജി നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ വാട്ട് എഗെയിൻസ്റ്റ് വാട്ട് യു ഹാവ് ടു പ്ലോട്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇറ്റ്സ് യു ആർ പ്ലോട്ടിംഗ് ലോഗ് കെ വേഴ്സസ് 1/t പ്ലോട്ട് ചെയ്യുമ്പോഴാണ് വി ഗെറ്റ് എ സ്ട്രെയിറ്റ് ലൈൻ. സ്ലോപ്പ് മൈനസ് ഇ എ ബൈ 2.303 ആണ്. അപ്പോൾ പ്ലോട്ട് ചെയ്യേണ്ടത് ലോഗ് കെ വേഴ്സസ് 1/t. ഓക്കെ, സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇനി നോക്കൂ, ഇൻ എ സീറോ ഓർഡർ റിയാക്ഷൻ ഫോർ എവറി 10 degree റൈസ് ഓഫ് ടെമ്പറേച്ചർ ദ റേറ്റ് ഇസ് ഡബിൾ. നമ്മൾ പഠിച്ചതാണ് എവറി 10 degree റേറ്റ് ഡബിൾ ചെയ്യും. ഇഫ് ദ ടെമ്പറേച്ചർ ഇസ് ഇൻക്രീസ് ഫ്രം 0 degree to 100 degree ദ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ബിക്കം. 0യിൽ നിന്ന് 100 ആക്കുമ്പോൾ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ എന്ത് മാറ്റമാണ് വരുന്നത്? നമുക്കറിയാം ഫോർ എവറി 10 degree റൈസ് ഇൻ ടെമ്പറേച്ചർ ദ റേറ്റ് ഓഫ് എ റിയാക്ഷൻ ഇൻക്രീസസ് ബൈ 2, isn't it? അപ്പോൾ റേറ്റ് 100 ആൻഡ് റേറ്റ് അറ്റ് 10 degree 10ൽ നിന്ന് കൂടുകയാണ് ചെയ്തത് ടെമ്പറേച്ചർ. സോ റേറ്റ് അറ്റ് 100 degree ഡിവൈഡഡ് ബൈ റേറ്റ് ഓഫ് 10 degree യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 2 raised to or the power 2 raised to 100 minus 10 divided by what is the difference? Every 10 degree is rising. So the difference divided by what every 10 degree rise എന്ന് പറയുമ്പോൾ divided by 10. You have to find this. ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. 2 raised to the ratio of the two different rate at two different temperatures double ചെയ്യുന്നതുകൊണ്ട് 2 raised to what is the difference? ഏത് ടെമ്പറേച്ചറിൽ നിന്നാണ് പിന്നെ മാറിപ്പോയത് ആ ഒരു ഡിഫറൻസ് നമ്മൾ എടുക്കണം ഡിവൈഡഡ് ബൈ 10. or this becomes equal to 2 raised to 9. 2 raised to 9 എന്ന് പറഞ്ഞാൽ 512 ടൈംസ് ആണ്. അപ്പോൾ ഇത്രയും പിന്നെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ റേറ്റ് ഇൻക്രീസസ് ബൈ എ ഫാക്ടർ ഓഫ് 512 ടൈംസ്.
ഓക്കെ, ഇനി ലാസ്റ്റ് പാർട്ടാണ് കാറ്റലിസ്റ്റ് എങ്ങനെയാണ് റേറ്റിനെ എഫക്റ്റ് ചെയ്യുക. നമുക്കറിയാം ഒരു റിയാക്ഷൻ്റെ വേഗത കൂട്ടുന്ന അതിനെയാണ് വി കോൾ ഇറ്റ് ആസ് കാറ്റലിസ്റ്റ്. ഇപ്പോൾ ഒരു 10 hours കൊണ്ട് നടക്കുന്ന ഒരു റിയാക്ഷൻ നമ്മൾ കാറ്റലിസ്റ്റ് ആഡ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ 1 hour കൊണ്ടോ 2 hours കൊണ്ടോ കംപ്ലീറ്റഡ് ആവും. സോ ഇൻ ഓർഡർ ടു ഇൻക്രീസ് ദ റേറ്റ് ഓഫ് എ റിയാക്ഷൻ വി ആഡ് എ സബ്സ്റ്റൻസ്, ആഡ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെയാണ് കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. കാറ്റലിസ്റ്റ് പൊതുവേ റിയാക്റ്റൻറ്റുമായിട്ട് റിയാക്ഷൻ ഒന്നും ചെയ്യില്ല. ഇറ്റ് വിൽ നോട്ട് റിയാക്ട് ചെയ്താൽ എന്താ, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന വേറെ എന്തെങ്കിലും പ്രോഡക്റ്റ് എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാൾ മറ്റെന്തെങ്കിലും പ്രോഡക്റ്റ് ആയിരിക്കും നമുക്ക് ഫോം ചെയ്യാം, ഇസ്ന്റ് ഇറ്റ്? അപ്പോൾ കാറ്റലിസ്റ്റ് നമുക്ക് കെമിക്കലി വി ക്യാൻ റിക്കവർ ഇറ്റ് അൺചേഞ്ച് അറ്റ് ദ എൻഡ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ. അപ്പോൾ കാറ്റലിസ്റ്റ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇറ്റ് പ്രൊവൈഡ്സ് ആൻ പ്രോഡക്റ്റ് ഫോം ചെയ്യാൻ ഒരു എളുപ്പ മാർഗം, ഓർ ഇറ്റ് പ്രൊവൈഡ്സ് ആൻ ഈസി പാത്ത് ഫോർ ദ ഫോർമേഷൻ ഓഫ് പ്രോഡക്റ്റ് ഫോം ചെയ്യാൻ ഒരു എളുപ്പ വഴി, കുറുക്ക് വഴി പറഞ്ഞു കൊടുക്കുക. എങ്ങനെ? ബൈ ലോവറിങ് ദ ആക്ടിവേഷൻ എനർജി. ആവശ്യമുള്ള ആക്ടിവേഷൻ എനർജിയെക്കാളും കുറവുള്ള വഴിയിൽ കൂടെ നമ്മൾ റിയാക്ഷനെ പറഞ്ഞു വിടുന്ന ആളാണ് കാറ്റലിസ്റ്റ്. So catalyst provides an easy path for the formation of products by lowering the activation energy of the reaction. ഇപ്പോൾ ഈ എനർജി പ്രൊഫൈൽ നമുക്കറിയാം, റിയാക്റ്റൻസ് ആക്ടിവേഷൻ എനർജി എക്വയർ ചെയ്തിട്ടാണ് അവർ പ്രോഡക്ട്സ് ആയി മാറുന്നത്. ഇതൊരു അൺകാറ്റലൈസ്ഡ് ആയിട്ടുള്ള റിയാക്ഷൻ്റെ എനർജി പ്രൊഫൈലാണ്. പക്ഷേ കാറ്റലിസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഈ റിക്വയർഡ് ആക്ടിവേഷൻ എനർജി അത് ലോവർ ചെയ്യും. അപ്പോൾ വളരെ കുറവ് എനർജി മതി, എന്നിട്ട് മറ്റൊരു വഴിയിൽ കൂടെ പ്രോഡക്റ്റ് ആവും. മറ്റൊരു വഴി എന്ന് പറഞ്ഞാൽ ആക്ടിവേഷൻ എനർജി കുറവുള്ള ഒരു വഴിയിൽ കൂടെ ദാറ്റ് ബിക്കംസ് കൺവേർട്ടഡ് ടു പ്രോഡക്ട്സ്. അപ്പോൾ ഇതാണ് എനർജി പ്രൊഫൈൽ എന്ന് പറയുന്നത് ഇൻ പ്രസൻസ് ഓഫ് എ കാറ്റലിസ്റ്റ് ആൻഡ് ഇൻ ദ ആബ്സെൻസ് ഓഫ് എ കാറ്റലിസ്റ്റ്. അപ്പോൾ കാറ്റലിസ്റ്റ് എന്താ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയണം. ഇറ്റ് പ്രൊവൈഡ്സ് ആൻ ഓൾട്ടർനേറ്റ് പാത്ത് ഫോർ ദ ഫോർമേഷൻ ഓഫ് ദ പ്രോഡക്ട്സ് ബൈ ലോവറിങ് ദ ആക്ടിവേഷൻ എനർജി. അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മളൊരു കാറ്റലിസ്റ്റ് ആഡ് ചെയ്യുകയാണെങ്കിൽ റേറ്റ് ഓഫ് എ റിയാക്ഷൻ കൂടുക തന്നെ ചെയ്യും. പിന്നെ അത് വളരെ എളുപ്പത്തിൽ അല്ലെങ്കിൽ ലെസർ ടൈം പീരീഡിൽ അത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ കാറ്റലിസ്റ്റിനെ ബേസ് ചെയ്ത് റീസെൻ്റ് ആയി വന്ന ക്വസ്റ്റ്യൻ, ഹൗ എൻസൈം ഇൻക്രീസസ് ദ റേറ്റ് ഓഫ് എ റിയാക്ഷൻ. എൻസൈംസ് എന്ന് പറഞ്ഞാൽ ബയോളജിക്കൽ കാറ്റലിസ്റ്റ് ആണ് വിച്ച് കാറ്റലൈസ് ദ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് ഇൻ ലിവിങ് സിസ്റ്റംസ്. അപ്പോൾ അങ്ങനെയുള്ള കാറ്റലിസ്റ്റ്, ഏത് കാറ്റലിസ്റ്റ് ആയാലും എന്താ ചെയ്യുന്നത്? ഒരു ഓൾട്ടർനേറ്റ് പാത്ത് പ്രൊവൈഡ് ചെയ്യുന്ന ബൈ ലോവറിങ് ദ ആക്ടിവേഷൻ എനർജി. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ ഇസ് ദ കാറ്റലിസ്റ്റ് പ്രൊവൈഡ്സ് ബൈ ലോവറിങ് ദ ആക്ടിവേഷൻ എനർജി ഓഫ് ദ റിയാക്ഷൻ. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഫാക്ടേഴ്സ് എഫക്റ്റ് ചെയ്യുന്ന റേറ്റിൻ്റെ. കോൺസെൻട്രേഷൻ പഠിച്ചു, ടെമ്പറേച്ചർ പഠിച്ചു, കാറ്റലിസ്റ്റ് പഠിച്ചു. കോൺസെൻട്രേഷൻ ആണ് നമുക്ക് റേറ്റ് ലോ തരുന്നത്, ടെമ്പറേച്ചർ ആണ് എർഹേനിയസ് ഇക്വേഷൻ, ആൻഡ് ഫൈനലി ആക്ടിവേഷൻ എനർജിയെ കുറയ്ക്കുന്ന ആളാണ് കാറ്റലിസ്റ്റ്. അപ്പോൾ ഐ തിങ്ക് ഓവറോൾ നിങ്ങൾക്ക് കെമിക്കൽ കൈനറ്റിക്സിന് ഒരു ഐഡിയ കിട്ടിക്കാണും. നൗ യു ഹാവ് ടു വർക്ക് ഓൺ യുവർ മോർ പ്രോബ്ലംസ് ഒക്കെ വർക്ക് ഔട്ട് ചെയ്ത് സോൾവ് ചെയ്താൽ ദിസ് ചാപ്റ്റർ ബിക്കംസ് ഈസിയർ ടു യു. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. താങ്ക് യു.